അപ്പോൾ നല്ല ഇൻട്രൊഡക്ഷൻ സൂപ്പർ ആയിട്ട് പറയണം. ചുമ്മാ ഒരുമാതിരി വെള്ളമെന്ന് പറയാൻ പാടില്ല. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും നല്ല എൻഗേജിങ് ആയിരിക്കണം. ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗ് പിള്ളേർക്ക് ചെയ്യാൻ പോയാണ്. ഒരു വെക്കേഷൻ അല്ലേ, അപ്പൊ ഇവർക്ക് വ്ളോഗ് ചെയ്യണത് ഭയങ്കര ആഗ്രഹം. നമ്മളൊരു ക്യാമറാമാൻ മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് അല്ല നമ്മളകത്ത് കാണും, പക്ഷെ ഇവരാണ് ഫുൾ സീന്. ഓക്കെ, അത് എന്റെ അടുത്ത് പറയാൻ പാടില്ല, അവരുടെ അടുത്ത് പറയാം. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു, എപ്പോ വാങ്ങിച്ചൊന്നും പറഞ്ഞില്ല. ശങ്കരപ്പനെ കണ്ട് പറഞ്ഞ വഴിക്ക് വീട്ടിൽ പറഞ്ഞ വഴിക്ക് ഒരു കടയിൽ കയറി വേറെ സാധനം വാങ്ങാൻ പോയപ്പോണ്ട് ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വാങ്ങിച്ചത് പറ ക്ലിയർ ആയിട്ട്. ശങ്കരപ്പൂരെ കണ്ട ശങ്കരപ്പ തോന്നുന്നത് കളറെ മാറിപ്പോയി. വാങ്ങിച്ചപ്പോ പിങ്ക് കളറായി, ബ്രൗൺ കളറായി. പറയട്ടാ അതുപോലെ വരില്ല. അപ്പൊ എന്ത് പറ്റി? അയ്യോ പോയി പോയി ക്ലേ പോലെ തീരുമാനിക്കണം. പോയിട്ടാ ഫ്ലൈം പോയി. നല്ല മഴ പെയ്യണം. അപ്പോ നല്ല മഴ ഉണ്ട്. പോകാനായിട്ട് മഴയത്ത് പുറത്ത് പോകാനാ. നമുക്കൊരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. റീൽസ് ചെയ്താലോ? ഒരു സ്റ്റോറി ഉണ്ടാക്കി എന്ത് പറയണം, അഭിനയിക്കാം. സൂപ്പറായി അല്ലേ? റീൽസ് ചെയ്യാനില്ല അല്ലേ? ഇവള് ഭരതനാട്യം, അവൻ വെസ്റ്റേൺ ആണ്. അപ്പൊ ഡാൻസ് കളിക്കാം. ആ ഇതെന്ത് ഡാൻസ്? ഇത് ഭരതനാട്യമാണോ വെസ്റ്റേൺ ആണോ? അത് ഡപ്പാങ്കൂത്ത്. ആ എന്തോന്ന് നീയാണ് എന്തെങ്കിലും അതുപോലെ അതെന്തോന്നു? ഇതെന്ത് ആർക്കും ചെയ്യാൻ പറ്റും? കാണി ഓപ്പോ ലെവൽ കേട്ടാക്കിച്ചു. ഇത്രയും വലിയ കഴിവൊക്കെ വെച്ചോണ്ടാണ് ഇവിടെ നിൽക്കണത്. നീറ്റ ഫ്ലൈറ്റ് കയറി അമേരിക്ക പോകത്തുണ്ട്. അമേരിക്കൻ ടാലന്റ് പേഴ്സണൊക്കെ എടുക്കുമല്ലോ നിങ്ങളെ പോലെ ആൾക്കാരൊക്കെ. വൈശൂട്ടി ചെയ്തൂല? വൈശൂട്ടി വേറെന്താ അറിയാം? ഇതിപ്പോ ചെയ്തതല്ലേ, വേറെ ചെയ്യും. എന്നെ കറാത്ത അറിയാമോട്ട്? കിച്ചന് കറാത്ത അറിയാമോ? ബ്രൂസ്ലി അറിയാമോ? ബ്രൂസ്ലിയെ അറിയാം. അതുപോലെ ചെയ്യോ? അപ്പൊ കറാത്ത ചെയ്. ആ എന്താണ് തള്ളിയിട്ടില്ലല്ലോ. ഇതാ കറാത്ത ചെയ്യുമ്പോ ഒരു സംഭവം ചെയ്യില്ല തുടക്കത്തിലൊക്കെ. നമസ്കാരം ചെയ്യണത് അതറിയാമോ? പിന്നെ കറാത്ത അറിയാന്ന് പറഞ്ഞു. പിന്നെ ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇത് കറാത്ത അത് ചാടിച്ചവിട്ടല്ലേ? ആ അത് കാണി. ഓപ്പോ എന്റെ അമ്മോ, ഒരു രക്ഷയില്ലാട്ടാ. ഭയങ്കര ഡേഞ്ചറാണ്. എന്തോ അടിയാവല്ലേ? ശിവന്റെ ഒരു വിരൽ വെച്ച വയസ്സ് 10 വരെ കൊല്ലും. ലാസ്റ്റ് കരലുണ്ടെങ്കിൽ അടി കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മതി. അടിക്കളി വേണ്ട. ശരി, വേറെന്താ കഴിവുണ്ട് രണ്ടുപേർക്കും? അതാ കഴിവ് ഇതിന്റെ. എടാ ഇത് ഇലവനാ? ആ കൊള്ളാം, കുഴപ്പമില്ല. അടിപൊളി സൂപ്പർ. സ്റ്റിക്കർ ഒടിച്ചിരിക്കണം നീ പടം വരയ്ക്കാൻ പറഞ്ഞ. ഇതെന്താന്ന്? പുല്ലാങ്കുഴ അല്ലേ കൃഷ്ണന്റെ? അടിപൊളി സൂപ്പർ. പണക്കാർ എത്ര പേരെ പണം ഉണ്ട്? അയ്യോ, പിന്നെ ഈ ലോകം മൊത്തം വിലക്ക് വാങ്ങിയാലോ? ആ പൈസ കാണിത്. ദിവസം പിള്ളേർക്ക് സമ്പാദിക്കാൻ പൈസ ഒരു 10 രൂപ കൊടുക്കും. അങ്ങനെ ചേർത്ത പൈസയാണ്. ഇപ്പോഴേ സേവിങ്സ് തുടങ്ങാൻ നല്ല കാര്യമാണ്. ആ ഇതാണ് സേവിങ്സ് വൈശുവിന്റെ. എത്ര രൂപ ഉണ്ട് വൈശുവിന്റെ അതിനകത്ത്? 600 രൂപ കാണും അല്ലേ വൈശു പറഞ്ഞ പോലെ? വെയിറ്റ് ഉണ്ട്. മങ്കാത്ത സിനിമ അജിത് കുമാറിൽ ഇത്ര പൈസ ഇല്ല. കോടിക്കണക്കിന് പൈസ ആണ്. ഇത് 700 ലക്ഷങ്ങളുണ്ടല്ലോ. അത് കാറ ലെവൽ അടക്കിച്ചു. മുഖ്യറി പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇനി റോൾസ് റോയ്സ് കാർ വാങ്ങി കിച്ചുന്. ചില്ലറകൾ 1 ലക്ഷം രൂപ കാണും. നോട്ടൊരു 10 ലക്ഷം കാണുമായിരിക്കും. എല്ലാം കൂടെ എത്ര 13 ലക്ഷം കാണോ? എനിക്കൊരു ബൈക്ക് വാങ്ങാൻ പറ്റാ പൈസക്ക് തന്നെ? ഇപ്പം ചോദിച്ചത് കിട്ടും, കാരണം ക്യാമറ ഓൺ ആയോണ്ട്. ഐശോട്ടി ഈ പൈസ വെച്ച് എന്ത് ചെയ്യണം പറ? സൈക്കിൾ വാങ്ങാൻ 2 പേർക്കും അല്ലേ? കുഞ്ഞു മാമയ്ക്കും ഐശോട്ടിക്കും. നിനക്കെന്ത് വാങ്ങാൻ ആഗ്രഹം പൈസ? അപ്പൊ നീ ക്യാരം ബോർഡ് വാങ്ങാൻ ഈ പൈസക്ക്?
കുഞ്ഞാവ എന്ത് ചെയ്യണ്? ഉറക്കോ? നല്ല ഉറക്കം കേട്ടാ. പേഴിപ്പിക്കണം. അടുത്ത് പോയി അഴിക്കും. സൗണ്ട് ഉണ്ടാക്കല്. എന്തോ ടാങ്ക് ഉള്ളോ? നീല വെച്ച് കുറച്ചും പോടാ. ഓ കണ്ടുപിടിച്ചല്ലേ. ശരി, എന്ത് ചെയ്യാൻ പ്ലാൻ എന്താണ്? റെസിപ്പി എന്താ പറ. ഇട്ടിട്ട് വെള്ളത്തിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും വെള്ളം ഒഴിക്കണോ? ആ എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ആ ഇപ്പൊ ഗ്ലാസ് കഴിവുണ്ടേ? പഞ്ചാര വേണ്ടേ? ഇപ്പൊ വേണ്ടേ? ആ വൈഷ് ക്ലിയർ ആ പറഞ്ഞാ. കിച്ചു ആണ് കൺഫ്യൂസ് ആക്കി ആവശ്യമില്ലാതെ. ഗ്ലാസ് ഇടൂ. പൊട്ടിക്കാൻ പോണോ? മതി മതി മതി. മധുരല്ലേ? കിച്ചു കൊളാക്കി നീ. പഞ്ചസാര വിടണോ? വേണ്ടത് പറഞ്ഞു പിന്നെ ഇത് എങ്ങനെ പഠിച്ചു കിച്ചൂട്ടി? അമ്മയൊക്കെ പഠിച്ചാ? സൂപ്പർ. കൊള്ളാമോ? അലയാനാ? അലിയ എന്തൊക്കെയാ ഉണ്ടാക്കണ്? വായി വയ്ക്കാൻ കൊള്ളാമോ എന്തോ? ഒരു കണ്ടന്റ് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടിരിക്കുന്നു, ഇതൊക്കെ കുടിക്കേണ്ടിരിക്കുന്നു. എനിക്ക് 6 മണിക്ക് ജോലിക്ക് പോകണതാണ്. വൈറലാവാൻ പാടില്ല. എനിക്കുള്ളത് പിന്നെ ഐസ് വാട്ടർ അല്ലേ? തണുപ്പില്ല. തണുപ്പില്ലാത്ത ഐസ് വാട്ടർ. റെസിപ്റ്റ് എന്ത് മണ്ടേ കയറി സംഭവം കഴിച്ചുണ്ട്. അപ്പൊ എന്റെയാ ഒന്നും ആയില്ലല്ലേ വ്ളോഗില്. എനിക്ക് ജോലിക്ക് പോകണം 6 മണിക്ക്. അതാണ് ഇന്ന് പോകണ്ടേ? ശരി, പൈസ കുറെ ആവശ്യമുണ്ട്. നാളെ ബാക്കി വ്ളോഗ് ആണെങ്കിൽ എന്ത് പറയണം? ജോലിക്ക് പോയിട്ട് ഓടി വരാം. എന്ത് ചെയ്യാമ്മ? കൊണ്ടുപോകാൻ പിള്ളേരെ കുളത്തില്? തന്നല്ലേ? ഞാനീ പാമ്പ് എവിടെ പോണ? ആച്ചിരി സമ്മതം വാങ്ങിച്ചിട്ട് പോയാ മതി. ആ പുരുഷൻ അനുഗ്രഹിക്കണം. അതുപോലെ പോയി പറ. സമ്മതിച്ചില്ല. ആച്ചി പൊക്കണം പറയണം. ആ മക്കള് പൊക്കോന്ന് പറയണം. എവിടെ പോകാൻ പറഞ്ഞു? അത് പറഞ്ഞില്ലല്ലോ.
വണ്ടി പോണോ നടന്നു പോണോ? ലൈറ്റായിട്ട് മഴ ഉണ്ട് ഇല്ലേ? സംഭവം നടന്നു പോകണമെന്ന് കിച്ചു പറയാണ്. ലൈറ്റായിട്ട് മഴ പെയ്യല്ലേ, അപ്പോൾ അതുകൊണ്ട് ഹെൽമെറ്റൊക്കെ വെച്ച് വണ്ടി പോകാമെന്ന് വൈസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാം, വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം അല്ലേ? നടന്നു പോയ സമയമാകും, എനിക്ക് 6 മണിക്ക് ജോലിക്ക് പോകണം. സംഭവം കിച്ചുവിന് നടന്ന് ഇങ്ങനെ സ്ഥലങ്ങളെ കണ്ടു പോകണം അല്ലേ? അതല്ലേ വൈസ് പറയുന്നത്. ഹെൽമെറ്റ് കൊണ്ട് നടന്നു പോയി കഴിഞ്ഞാൽ ആരെങ്കിലും പ്രാന്തെന്ന് പറയുമോ? ഹെൽമെറ്റ് വേണ്ടല്ലേ? മഴ ശരിയാവില്ല. ബൈക്ക് പോവാ പോണേ ഒന്നിച്ച് പോവാം. നീ പോകണ്ട അത്ര തന്നെ. കുളിക്കണമെന്ന് പറയാമോ ഞാൻ അവിടെ പോയിട്ട്? അറിയാം. അങ്ങനെ നമ്മൾ കുളത്തിനവിടെ എത്തിയിട്ടുണ്ട്. കണ്ടല്ലോ കുളം കണ്ടാ? നീ കണ്ടാ? ആ വീട്ടിൽ പോ. അവിടെ പോന്നാ? പണ്ട് വീട് അടുത്തായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടെ കുളിക്കാൻ വരും. ഇവിടെ തന്നെ ആദ്യം നേരം നോക്കിയാൽ. ഇത് വേണ്ടി തമ്പുരാൻ കോവിലാണ്. പുതിയ പണിയാണല്ലേ ഇപ്പം. കുളമാണ്, ക്രൂശിച്ച് പോകണം. കൊതുകുണ്ടല്ലോ ഇവിടെ ശരിക്കും. പണ്ട് ഞാൻ ഇവിടെ കുളിക്കാൻ വരാൻ നേരത്ത് ഇത്രയ്ക്ക് കറക്റ്റ് ആഴം ഉണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ ഇത്രയാവും. കാല് നനയ്ക്കാനാ? അത് അപ്പുറത്ത് പോകണം, പഠിക്കട്ടെ അവിടെയാണ്. അവിടെ കയറാൻ പറ്റുന്നില്ല, പ്രശ്നമാവും. ഇപ്പുറത്തെ മതിലപ്പുറത്തൊരു വേറെ പ്രോപ്പർട്ടിയാണ്. അത് മിക്കവാറും ഗവൺമെൻറ് ആണ് പ്രൈവറ്റ് ആണെന്ന് പറഞ്ഞൂടാ. ഗവൺമെൻറ് ആയിരിക്കും മിക്കവാറും. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ ക്യാസുകളാവും. ഇതാണ് ഇപ്പോൾ ഈ കോവിലിൻ്റെ പേരാണ് ശ്രീ ഏറത്ത് തമ്പുരാൻ ക്ഷേത്രം. ഈ കോവിൽ പണ്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു, ഇപ്പം കുറച്ച് ഡള്ളായിപ്പോയി. സത്യം പറഞ്ഞാൽ പഴയ കാലം മതിയായിരുന്നു. രാവിലെ കഴിക്കുന്നു, കളിക്കാൻ പോകുന്നു, പിന്നെ കുളിക്കാൻ വരുന്നു, ഫുഡ് കഴിക്കുന്നു, കൂട്ടുകാരുടെ ചേർന്ന് കറങ്ങാൻ പോകുന്നു. അന്ന് ബൈക്കൊന്നും ഇല്ല, ബസ്സിലാണ് ഫുൾ ട്രാവലിങ്. അതൊക്കെ ഒരു വൈബായിരുന്നു. കിച്ചു നീ ഒന്നപ്പോൾ ഇല്ലായിരുന്നു. നിങ്ങൾക്ക് നീ പറയണ്ട പറ. ഏതാ സ്ഥലം കണ്ടപ്പോൾ? അവിടെ അല്ലേ? അതൊക്കെ കണ്ടപ്പോൾ ജുറാസിക് പാർക്ക് 3 അതുപോലെ അവിടൊക്കെ പടികെട്ട് പോയി കുളിക്കാം, നമുക്ക് കാല് നനയ്ക്കണം, അത്രയാണ്. പക്ഷെ ബൈക്കിൽ രണ്ടാമത് എടുക്കണ്ടേ? അതൊന്നും എടുക്കാം. ഇഷ്ടപ്പെട്ടാ? വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എപ്പോ വരും? പണ്ട് കൊണ്ടുവരുവാ ലോക്ക്ഡൌണിന്റെ സമയത്ത്. കള്ളടിക്കാനില്ല, നീ വന്നിട്ടില്ല, നീ വേറൊരു കൊച്ചാണ്. കള്ളം പറയല്ലേ കേട്ടാ, കള്ളം പറയാൻ ആളല്ലേ. പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയ സത്യം പറഞ്ഞ അല്ലേ അപ്പ? എല്ലാ കാര്യങ്ങളും കള്ളം പറഞ്ഞാലേ പടിയുള്ളത് പയ്യെ പറഞ്ഞേ തറക്കി വീണളയില്. പണ്ട് ഞാൻ ഇവിടെ നിന്ന് കുളിക്കാം ആവശ്യം. അവിടെ നിന്ന് ചാടി ഞാൻ പാടിയ ഏറ്റവും മുകളിൽ പടിയണ്ട, അവിടെ നിന്ന് ചാടി ഇവിടെ കുളിക്കുക. ഡൈവിൽ ചാടി ഡൈവ് പോലെ തന്നെ അങ്ങനെ കുളിച്ചിട്ടുണ്ട് ഒരു സമയത്തൊക്കെ. ഞാൻ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത്. പിന്നെ തൊട്ടപ്പുറത്ത് ഇവിടായിരുന്നു. ഇവിടെ സ്ഥിരം കുളിക്കാൻ പറഞ്ഞത് കൂട്ടുകാരായിട്ട്. ചൂടുള്ളോ? പയ്യെ പയ്യെ ഇറങ്ങിക്കളയില്. ചൂടുള്ളേ ഇവിടെ നിന്ന് നിന്നാ മതി. പണ്ടൊരു കഥ ഉണ്ടായിരുന്നു. ഈ തമ്പുരാൻ ക്ഷേത്ര കുളത്തിൽ യാത്രയാകുമ്പോൾ മാടൻ ഇറങ്ങും. രാത്രി ഉച്ചയ്ക്ക് മാടൻ തമ്പുരാൻ ഇറങ്ങി കുളിക്കുമെന്ന് പറയട്ടെ. ആ സമയത്ത് ആരും കുളിക്കാൻ വരാൻ പാടില്ലെന്നാണ് പഴയ നിയമം. അങ്ങനെ കുളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ അടി തീർന്നതാണ്. പിന്നെ മാടൻ അടി സാധാ അടിയാണ് അടിക്കണത്. ഉരുക്കാണ് കൈ. അവിടെയാണ് കോവിൽ. അവിടെ നിന്ന് മാടൻ ഇറങ്ങി നടന്നു വന്ന് ഇവിടെ നിന്ന് കുളിക്കും ഈ കുളത്തിൽ വന്ന്. പഴയ അമ്മച്ചിമാർ പറഞ്ഞ കഥകളൊക്കെ ഇതൊക്കെ ഉള്ളതാണില്ലെന്ന് അറിഞ്ഞൂടാ. ഇതൊക്കെ പഴയ കഥകൾ പറഞ്ഞ് കേട്ട് നമ്മൾ പണ്ട് പേടിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല, എപ്പോൾ വേണേൽ കുളിക്കാൻ വരാം, അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല. എന്നാലും നമ്മൾ പഴയ കാര്യങ്ങൾ കുറച്ച് ഫോളോ അപ്പ് ചെയ്യണം നല്ലതാണ് അല്ലേ? അവിടെ ചേട്ടന്മാർ കുളിക്കണ്ട സൂപ്പറായിട്ട്. എന്താ കൂടുതല അറിഞ്ഞൂടെ? കറ പോലെക്കുന്നു. ഓ ശരിയാണല്ലേ, ക്ലീൻ ആക്കിയില്ലേ? നനച്ചില്ല പോലെ.
പയ്യെ ഓക്കെ ബ്രോ ബൈ ഓക്കെ എന്നാൽ അപ്പോൾ നേരെ വീട്ടിലോട്ട് എത്ര കഴിഞ്ഞ് ഈ ജോലിക്ക് പോകണം അപ്പോൾ അങ്ങനെ കുളത്തിൻ്റെ വിസിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി വ്ളോഗ് നാളെ ചെയ്യാം ഓക്കെ ഇപ്പോൾ ജോലിക്ക് പോകാൻ സമയമായിട്ടുണ്ട് മണിപ്പോൾ കാരണം 5:45 മണിയായി എനിക്ക് കറക്റ്റ് 6 മണിക്ക് ലോഗിൻ ചെയ്യണം അപ്പോൾ 6 to 10 വർക്കിംഗ് ടൈം പോയിട്ട് വരാം ഓക്കെ അതുവരെ നിങ്ങളൊക്കെ ശല്യം ചെയ്യാതെ പ്രശ്നം ഉണ്ടാക്കാതെ വീട്ടിൽ മിണ്ടാതിരിക്കണം കേട്ടോ അത് നിങ്ങളെ ബാക്കി വ്ളോഗ് ചെയ്യണം വിഷയങ്ങളില്ല